ലിജോ, കൊച്ചിയിൽ നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ ചരിഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ ഇപ്പോൾ നൽകുന്നതും. സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് കോസ്റ്റ് ഗാർഡ് പോകാൻ ഉള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ കോസ്റ്റ് ഗാർഡ് വ്യോമ നിരീക്ഷണമാണ് നടത്തുന്നത്. അവർക്ക് അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ, അതായത് 23-ാം തീയതി 2:26 വിഴിഞ്ഞം പോർട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ കൊച്ചി മാർഗം കൊച്ചി എയർപോർട്ടിൽ കൊച്ചി തുറമുഖം വഴി പോകേണ്ട കപ്പലാണ് ഇത്. ഇന്ന് 4:30 കൊച്ചിയിൽ എത്തേണ്ട കപ്പലായിരുന്നു. ആ കപ്പലാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് MSC എൽസ 3 എന്നുള്ള കപ്പലാണ്. ആ കപ്പലിലാണ് ഇപ്പോൾ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഏതാണ്ട് ചെരിഞ്ഞിരിക്കുന്നു. 24 ക്രൂ മെമ്പേഴ്സാണ് ആ കപ്പലിലുണ്ടായിരുന്നത്. അതിൽ ഈ 24 പേരും കപ്പൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ കണ്ടെയ്നറിലുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് അപകടകരമായിട്ടുള്ള വസ്തുക്കളാണ്, സൾഫർ കണ്ടന്റുള്ള വസ്തുക്കളാണ്. സ്വാഭാവികമായി അതിൽ നിന്ന് മാറുക എന്നുള്ളത് ആ ക്രൂ മെമ്പേഴ്സിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നാവികസേന അടക്കം വ്യക്തമാക്കുന്നത് കപ്പൽ ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതൊരു അപകട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആളുകൾ അവിടെ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 9 പേരെ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കപ്പലിലുണ്ടായിരുന്ന ഈ ജീവൻ രക്ഷാ ബോട്ടുകൾ ഉപയോഗിച്ച് ആ 9 പേർ അവിടെ നിന്ന് ആദ്യം മാറി. പിന്നീടുണ്ടായിരുന്ന 15 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഈ 9 പേരെ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ബാക്കി 15 പേരുടെ രക്ഷാപ്രവർത്തനം നടന്നു വരുന്നു എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 15 പേരെ കൂടി എയർലിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് ഇപ്പോൾ വ്യോമമാർഗം ഹെലികോപ്റ്ററിൽ എത്തിയ കോസ്റ്റ് ഗാർഡ് അവർക്കുള്ള ജീവൻ രക്ഷാ ബോട്ടുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ കൂടി രക്ഷപ്പെടുത്തുക എന്നുള്ള പ്രാഥമികമായി ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ ചെയ്തു വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് തുറമുഖ വകുപ്പ് മന്ത്രി അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട, സ്വാഭാവികമായി വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് വന്ന ഒരു കപ്പലാണ്. അത് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന കപ്പലാണ്. കേരള തീരത്ത് നിന്ന് ഏതാണ്ട് 32 നോട്ടിക്കൽ മൈൽ അകലെ മാത്രം ആണ് ഈ അപകടം നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും കേരള തീരത്തുള്ള സ്ഥലങ്ങളിൽ ഈ അപകടകരമായ വസ്തുക്കൾ എത്തുന്നത് അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചും ഒരു ആശങ്കയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെന്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തീരദേശത്തുള്ള ആളുകൾ, തീരപ്രദേശത്തുള്ള ആളുകൾ ഈ കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വസ്തുക്കൾ അത് ഉണ്ടെങ്കിൽ അതിൽ അടുത്തേക്ക് പോകരുത് എന്നുള്ളത് ഒരു ജാഗ്രതാ നിർദ്ദേശമായി തന്നെ കണക്കാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ വ്യക്തമാക്കുന്നത്. ഒരു കാരണവശാലും ആ വസ്തുക്കളുടെ അടുത്തേക്ക് പോകരുത്. അത്തരത്തിൽ വസ്തുക്കൾ കാണുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായി തീരത്തുള്ള ആളുകൾ അല്ലെങ്കിൽ തീരത്തേക്ക് പോകുന്ന ആളുകൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം. 2, സ്വാഭാവികമായി എണ്ണ അടക്കമുള്ള വസ്തുക്കളായതുകൊണ്ട് തന്നെ അതിൻ്റെ എണ്ണപ്പാട സ്വാഭാവികമായും കടലിൽ ഉണ്ടാവും, കടൽ തീരത്തുണ്ടാവും, കടൽ വെള്ളത്തിലുണ്ടാകും. അത് കടലിൻ്റെ വെള്ളത്തിന് മുകളിൽ പടർന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് മത്സ്യത്തൊഴിലാളികൾ ആരും പോകരുത്, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് പോകരുത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. ഒരു കാരണവശാലും അത്തരമുള്ള വസ്തുക്കളിൽ തൊടാൻ മത്സ്യത്തൊഴിലാളികളും പോകരുത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇതിപ്പോൾ കൊച്ചിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി അത് വടക്കൻ മേഖലയിലേക്ക് നീങ്ങാനുള്ള സാധ്യത, അതായത് ഈ വസ്തുക്കൾ ഒഴുകി നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കടൽ സ്വാഭാവികമായും പ്രക്ഷുബ്ധമായൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരള തീരത്തുള്ളത്. വർഷകാലത്തിൻ്റെ ആരംഭം എന്ന നിലയ്ക്ക് തന്നെ വലിയ തോതിൽ കടൽ പ്രക്ഷുബ്ധമാവുന്ന ഒരു സാഹചര്യം, കടലേറ്റം ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായി ഈ വസ്തുക്കൾ കടൽ തീരത്തേക്ക് വരാനും അത് വടക്കൻ മേഖലയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. ആ മേഖലയിൽ ആരും അല്ലെങ്കിൽ ആ സ്ഥലത്തേക്കുള്ള ആളുകൾ ആരും ആ മേഖലയിലേക്ക് കൂടി വസ്തുക്കൾ എത്തുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ആ മേഖലയിലുള്ള ആളുകളും ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം, നിലവിൽ ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ആ കപ്പലിലുള്ള ആളുകൾ 24 ക്രൂ മെമ്പേഴ്സാണ്. അവർ ഏത് നാട്ടിലുള്ള ആളുകളാണെന്ന് നമുക്കിപ്പോഴും വ്യക്തതയില്ല. അത് വിദേശ രാജ്യത്തിൻ്റെ കൊടിയുമായി പോകുന്ന അല്ലെങ്കിൽ കൊടിയുമായി പോയ കപ്പലാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഏത് രാജ്യത്തുള്ള ആളുകളാണെന്ന് സംബന്ധിച്ച്
വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ 24 പേരിൽ 9 പേരെ എയർലിഫ്റ്റ് ചെയ്തു എന്നുള്ളത് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നുണ്ട്. ബാക്കി 15 പേരെ കൂടി രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അവർക്ക് വ്യോമമാർഗം അവർക്ക് ജീവൻ രക്ഷാ ബോട്ടുകൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അതിൽ എത്ര പേർ അതിൽ കയറി എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അവരെ കൂടി ആദ്യം പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏതാണ്ട് ചെരിഞ്ഞ ഒരു കപ്പൽ, അത് ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഇപ്പോൾ നേവി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 24 ക്രൂ മെമ്പേഴ്സും കപ്പൽ പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളെയും ആദ്യം രക്ഷപ്പെടുത്തുകയും അതിനുശേഷം അപകടകരമായ വസ്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അത് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമെന്നത് സംബന്ധിച്ചുള്ള നീക്കത്തിലേക്കായിരിക്കും ഇനി ദുരന്ത നിവാരണ അതോറിറ്റി പോവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഖില.